അമ്മയെ മകൾ ജില്ലാ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു. തിരുവനന്തപുരം സ്വദേശി കലയാണ് മകൾ ജില്ലാ ആശുപത്രിയിൽ ഉപേക്ഷിച്ചത്. സാമൂഹ്യ പ്രവർത്തകന്റെ ഇടപെടലിൽ ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ശനിയാഴ്ച എന്നെ കൊണ്ടുവന്നതാണ്. ഇന്ന് വരെയും അവളെനിക്ക് ഒരു ഭക്ഷണവും തന്നിട്ടില്ല. അവളെ വീട്ടുടമസ്ഥരാണ്. എനിക്ക് കട്ടൻ ചായയും കഞ്ഞിയും ചായയും ഒക്കെ അവരെനിക്ക് തരും. എനിക്ക് ഇന്ന് എത്രയും ദിവസം ഞാൻ കിടന്ന് കെഞ്ചിയിട്ട് പോലും എനിക്കൊരു ഇത് വാങ്ങിച്ചു തന്നിട്ടില്ല. നട്ടെല്ലിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിൽ കഴിയുന്ന വീട്ടമ്മയെയാണ് മകൾ ജില്ലാ ആശുപത്രിയിൽ ഉപേക്ഷിച്ചത്. തിരുവനന്തപുരം സ്വദേശിയായ കലയെയാണ് മകൾ ജില്ലാ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. സാമൂഹ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശിന്റെ ഇടപെടലിൽ ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മൈസൂരിലെ താജ് ഹോട്ടലിൽ ഷെഫായി ജോലി ചെയ്തിരുന്ന കല ഒരാഴ്ച മുമ്പാണ് കൊല്ലത്ത് മകളുടെ വീട്ടിലെത്തിയത്. ഇവിടെ വെച്ചായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത്. എന്നാൽ ഒരാഴ്ചയായിട്ട് മകൾ ഭക്ഷണം പോലും നൽകിയില്ലെന്നാണ് ഇവരുടെ പരാതി. വേണ്ട ശുശ്രൂഷകളും നൽകിയില്ല. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മുറിവിൽ പുഴുവരിക്കുന്ന അവസ്ഥയുണ്ടായി. അമ്മയെ ശുശ്രൂഷിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞാണ് ഇവർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രി അധികൃതരോടും ഡോക്ടറോടും താൻ മകളല്ല സമീപത്തെ വീട്ടിലെ കുട്ടിയാണ് എന്ന് മാത്രമേ പറയാവൂ എന്നാണ് കലയോട് മകൾ പറഞ്ഞിരുന്നത്. ആശുപത്രിയിൽ കൊണ്ടുചെന്നാക്കി ഇവർ ഇവിടെ നിന്നും പോവുകയായിരുന്നു. മോളാണെന്ന് പറയരുത്, അടുത്ത വീട്ടിലെ കുട്ടിയെന്ന് വേണം പറയാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയോട്ട് അങ്ങനെ എന്നെ പറയാന്ന് പറഞ്ഞു. ഡോക്ടർക്ക് അറിയാം മോളാണെന്ന്. എന്നെ ഇട്ട് ഉപേക്ഷിച്ചിട്ട് പോയി. ഞാൻ ഫോണ് വിളിച്ചില്ല. അവള് പറഞ്ഞു ഇനി എന്റെ നമ്പർ മാറ്റും, എന്നെ വിളിക്കരുത്, ഞാൻ നിങ്ങളായിട്ടുള്ള എല്ലാ ബന്ധവും തീർന്നെന്ന് പറഞ്ഞു. സ്വന്തം മോളാ. അതെ. അവൾക്ക് ഇഷ്ടമുള്ള ഒരു മുസ്ലിം പയ്യനെ കെട്ടി ഒരു കുട്ടിയായി. ഇപ്പൊ അവനെ ഉപേക്ഷിച്ച് ഇപ്പൊ അവളെ ഇഷ്ടത്തിന് അവള് ജീവിക്കുന്നു. അവൾക്ക് മൂന്നാറിലെ ഹോട്ടൽ ഫീൽഡിൽ തന്നെ ജോലി. ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അവള് പറഞ്ഞു ഞാൻ പറഞ്ഞടി മൈസൂർ എന്നെ നോക്കാൻ ആരുമില്ല, ഭക്ഷണം കഴിക്കാതെയാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. അപ്പൊ പറഞ്ഞ് വീട്ടിൽ വന്നാലും എന്നെ കൊണ്ട് വെച്ച് തരാൻ പറ്റില്ല, തനിയെ വെച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞു. അതിൽ മാത്രം എന്റെ ഫോൾട്ട് ഉണ്ട്. ഞാൻ വെച്ച് കഴിക്കാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വീടില്ല, അവളുടെ വീട് അവിടെയാ. അതറിയില്ല. ഇപ്പൊ ഇന്ന് ആശുപത്രിയില് അടുത്ത വീട്ടിലുള്ളവരും അവളെ ഹൗസ് ഓണറും ഒക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന അന്ന് മുതൽ എനിക്ക് ഭക്ഷണം ഇല്ല. കൂടെ ആരും ഇല്ലാത്തതിനാലും കലയുടെ അവസ്ഥ വളരെ മോശമായതിനാലുമാണ് ജില്ലാ ആശുപത്രിയിൽ നിന്നും സാമൂഹ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശിന്റെ ഇടപെടലിൽ ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഭക്ഷണം വാങ്ങി നൽകിയത് കഴിക്കാൻ പോലും ഇവർ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഗണേശൻ ഭക്ഷണം വാരി നൽകിയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. കൊല്ലത്ത് എവിടെയാണ് മകൾക്കൊപ്പം താമസിച്ചിരുന്നത് എന്ന് ഇവർക്ക് കൃത്യമായി പറയാൻ അറിയാത്ത സ്ഥിതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.